എന്നുള്ളത് നോയ്സിൻ്റെ ColorFit Qube SPO2 എന്നുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി അൺബോക്സിംഗ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ ഏജൻറ്റ് ഓൾറെഡി ചെയ്തു. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടു. അവരുടെ സെക്യൂരിറ്റിയുടെ ഭാഗം, അതായത് കള്ളത്തരങ്ങൾ ഒഴിവാക്കാനും പിന്നീടുള്ള സംശയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. തുറന്നു നോക്കിയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരത് തിരിച്ച് കൊണ്ടുപോകും. അല്ലാത്ത പക്ഷം നമുക്ക് ആ പ്രൊഡക്റ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഈ കണ്ട പോലെ തന്നെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ചാർജർ ഉണ്ട്. അതേപോലെ തന്നെ നോയ്സിൻ്റെ കുറച്ച് ബ്രാൻഡിങ് സ്റ്റിക്കറുകൾ ഉണ്ട്. അതുകൂടാതെ കുറച്ച് പേപ്പർ വർക്കുകളും ഉണ്ട്. അതായത് അവരുടെ ബ്രാൻഡിങ് ഉണ്ട്. അതേപോലെ തന്നെ കാറ്റലോഗ് പോലുള്ള കാര്യങ്ങൾ സെറ്റപ്പും. എന്തിനാണ് ഇത്രയധികം പേപ്പറുകൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് സത്യമായിട്ട് അറിയില്ല. കാരണം പല കമ്പനിക്കാരും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് ചാർജർ അടക്കം എടുത്ത് മാറ്റുമ്പോൾ വെറും ഒരു QR കോഡിൽ ഒതുക്കാവുന്ന കാര്യങ്ങൾ ഇത്രയും വലിയ പേപ്പറൊന്നും ശരിക്കും ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ വാച്ചിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഇത് ബ്ലാക്ക് കളർ വേരിയന്റ് ആണ്. ഇത് കൂടാതെ ബ്ലൂ, പിങ്ക്, റോസ് ഗോൾഡ്, ഇത്രയും 3 കളറിലാണ് ഇതിന്റെ വേരിയൻസ് വരുന്നത്. മറ്റ് കളർ ഓപ്ഷൻസ് ഇത്രയാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് പറയുന്നത് തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം, ഇത് 1499 രൂപയ്ക്കാണ് ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത്. നോർമലായിട്ട് അവർ സെല് ചെയ്യുന്നത് ആ ഒരു പ്രൈസിനാണ്. ഓഫർ ടൈമിൽ ഇതിനും റേറ്റ് കുറവുണ്ടാവും. അപ്പോൾ അതാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാർജിങ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മാഗ്നറ്റിക് ടൈപ്പ് ആണ്. അത് പാച്ചിന്റെ പുറകിലോട്ട് ആ ഒരു പിന്ന് രണ്ടും മാഗ്നറ്റിക് സപ്പോർട്ടോട് കൂടിയിട്ട് പുറകിൽ കണക്ട് ചെയ്ത് മറ്റേ അറ്റം നമ്മളുടെ സാധാരണ ഏതെങ്കിലും ഒരു അഡാപ്റ്ററിലോട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഇത്തരത്തിൽ ചാർജ് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. നമ്മൾ വാച്ചിന്റെ മറ്റ് പ്രത്യേകതകളിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ 1.4 ഇഞ്ച് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്. മറ്റു പ്രശ്നങ്ങളോ വെയിലത്തായാലും നമ്മൾ വിസിബിലിറ്റിക്കൊന്നും മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഒരു ഡിസ്പ്ലേ തന്നെയാണ്. മറ്റേ ഓവറോൾ മേക്ക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ് ഫ്രെയിം. അതേപോലെ തന്നെ റബ്ബറാണ് സ്ട്രാപ്പ്. നല്ലൊരു വെൽവെറ്റ് ഫിനിഷോട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പാണ്. പ്ലാസ്റ്റിക് ഫ്രെയിം ആണെന്നുണ്ടെങ്കിലും നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. നല്ല ഒരു ഫ്രെയിം തന്നെയാണ്. നല്ലൊരു ക്വാളിറ്റിയുള്ള ഫ്രെയിം തന്നെയാണ്. പിന്നെ മറ്റ് പ്രത്യേകതകളിലോട്ട് പറഞ്ഞാൽ നമ്മളുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, അതെല്ലാ സ്മാർട്ട് വാച്ചിലും ഉള്ളതാണ്. ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്. അതേപോലെ തന്നെ മൾട്ടി സ്പോർട്ട് മോഡുകളുണ്ട്. മൾട്ടി സ്പോർട്ട് മോഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സ്പോർട്ട് മോഡുകൾ ഇട്ട്, അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റി ആണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മളുടെ കലോറി ബേൺ ചെയ്യുന്നത് നമുക്ക് ഇതിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മളുടെ മെഷർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഞാൻ വിട്ടുപോയ ഒരു കാര്യം, അല്ലെങ്കിൽ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് മെയിൻലി ഇത് ഓക്സിജൻ മോണിറ്ററിങ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു നമ്മുടെ ബ്ലഡ് ഓക്സിജൻ ചെക്ക് ചെയ്യുന്ന ഒരു മെഷീൻ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1000 രൂപ ഇപ്പൊ മാർക്കറ്റിലുണ്ട്. നല്ലൊരു ഡിവൈസ് വാങ്ങണമെങ്കിൽ ആ സ്ഥാനത്ത് നമുക്ക് 1500 രൂപയ്ക്ക് ഓക്സിജനും കൂടി, ബ്ലഡ് ഓക്സിജനും കൂടി ചെക്ക് ചെയ്യാവുന്ന പാകത്തിൽ ഒരു സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് നല്ലൊരു ഡീല് തന്നെയാണ്. അപ്പോൾ ആ ഒരു ആവശ്യവും നമുക്ക് ശരിക്കും ഓക്സിജൻ ലെവൽ, ഇപ്പോൾ ഈ കൊറോണ സമയത്താണ് ഈ ഒരു SPO2 ഡിവൈസുകൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയത്. അപ്പോൾ ആ ഒരു ആവശ്യവും അതേപോലെ തന്നെ നമ്മളുടെ മറ്റ് ഡെയിലി ആക്ടിവിറ്റി, ഒരു സ്മാർട്ട് വാച്ച് എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളും കൂടി രണ്ടും ഈ ഒരു വാച്ചിൽ നടന്നു പോവും. ഈ ഒരു ബഡ്ജറ്റിൽ 1500 രൂപ എന്ന് പറയുന്ന ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് കടന്നു പോവും. ഞാൻ നമ്മുടെ ആക്ടിവിറ്റിയുടെ കഥ പറഞ്ഞപ്പോൾ നമുക്കിതിൽ സൈക്ലിങ്, വാക്കിങ്, യോഗ, ട്രെഡ്മിൽ, റണ്ണിങ്, ഹൈക്കിങ്, എല്ലാ തരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റിയും നമുക്ക് നമ്മളുടെ കലോറി മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് IP68 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വെള്ളത്തിലും കാര്യങ്ങളെല്ലാം ഇത് ഉപയോഗിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, 1500 രൂപയ്ക്ക് ഒരു ഏറ്റവും നല്ലൊരു വാല്യൂ ഫോർ മണി തന്നെയാണ്. പിന്നെ ഇതിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് നോയ്സ് ഫിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഫോണിലെ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാച്ചും ഫോണും അടുത്ത് കൊണ്ടുവന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറ്റക്ട് ചെയ്യും. അത് നമുക്ക് നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട്, നമ്മളുടെ ജെൻഡർ, ഹൈറ്റ്, വെയിറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു വാച്ച് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വാച്ച് ഫേസ് നമുക്ക് എത്ര വാച്ച് ഫേസ് വരെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. നമുക്ക് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് കുറച്ച് വാച്ച് ഫേസുകൾ ഉണ്ട്. അതുകൂടാതെ നമ്മളുടെ ഫോണിലുള്ള നമ്മളുടെ പേഴ്സണലൈസ്ഡ്
വാൾപേപ്പേഴ്സ് നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതുകൂടാതെ ഏകദേശം കമ്പനി അവകാശപ്പെടുന്നത് 7 ദിവസത്തെ ബാക്കപ്പ് ആണ്. ഞാൻ ഏകദേശം ഒരു മാസത്തോളം ഞാനത് ഉപയോഗിച്ചു. ആ ഒരു മാസത്തെ എൻ്റെ ഒരു ഉപയോഗത്തിൽ നമ്മൾ ആക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് ഈ വാച്ചിൻ്റെ ഒരു ഫുൾ യൂട്ടിലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 4 മുതൽ 5, 6 ഒക്കെ ദിവസം വരെ നമുക്കിത് ഏകദേശം കിട്ടുന്നുണ്ട്. അല്ല നിങ്ങൾ വെറും സമയം നോക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വാച്ച് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത് ഏകദേശം 10 ദിവസത്തിന് മുകളിൽ കിട്ടും. കമ്പനി പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്കിത് കിട്ടും. പിന്നെ വാച്ചിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവറോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. അതിലൊന്നും ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. വാച്ചും ഫോണും തമ്മിലുള്ള കണക്ടിവിറ്റി വളരെ സിമ്പിൾ തന്നെയാണ്. അടുത്ത് ബ്ലൂടൂത്ത് എനേബിൾ ചെയ്തുകൊണ്ട് അടുത്ത് കൊണ്ടുവന്നാൽ മതി. അതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അതുകൂടാതെ ഇതിൽ ഞാൻ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പലപ്പോഴും കോളിൻ്റെ നോട്ടിഫിക്കേഷൻ വാച്ചിൽ വരാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സോഫ്റ്റ്വെയർ ഇഷ്യൂ വഴി അത് ഫിക്സ് ചെയ്യാവുന്നതായിരിക്കാം. എനിവേ ലെറ്റ്സ് സീ, വെയിറ്റ് ആൻഡ് സീ. നമുക്ക് അറിയില്ല എന്ത് സംഭവിക്കുന്നുള്ളത്. ഇനി ഇതിൻ്റെ എൻ്റെ ഒരു മൊത്തം ഓവറോൾ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഫോർ മണി 1500 രൂപയ്ക്ക് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, അതേപോലെ തന്നെ SPO2 മോണിറ്ററിങ്, മറ്റ് IP68 വാട്ടർ റെസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റികളെല്ലാം അക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഡിവൈസ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് ചെറുതാണ്, 1.4 ആണ്. അപ്പോൾ ഇച്ചിരി സ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ മെലിഞ്ഞ ഒരാളുകൾക്കാണ് ഞാനിത് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ ഇത്തരം ഫെസിലിറ്റീസ് എല്ലാം കിട്ടുന്ന ഒരു നല്ല സ്മാർട്ട് വാച്ചാണ്. ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം.